Next question is write subsets of set A, set AB, set 1, 2, 3, set 5. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് എ, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. സബ്സെറ്റ്സ് ഓഫ് സെറ്റ് എ നമുക്കറിയാം, ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ ഫസ്റ്റായിട്ട് നമ്മൾ എഴുതുന്നത് 5 അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ അതേ സെറ്റ്, ഏത് സെറ്റാണ് എഴുതുന്നത് ആ സെറ്റ് തന്നെ അതും അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. 5ഉം സബ്സെറ്റ് ആയിരിക്കും, ആ സെറ്റും അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു എലമെൻറ്റ് വെച്ചുള്ള സബ്സെറ്റുകൾ എഴുതും, 2 എലമെൻറ്റ് വെച്ചുള്ള സബ്സെറ്റ് എഴുതും, അങ്ങനെ എഴുതാം. പക്ഷേങ്കിൽ ഇവിടെ ഒറ്റ എലമെൻറ്റ് ഉള്ളതുകൊണ്ട് ഇത് കൂടുതലായിട്ട് വേറെ ഒരു സബ്സെറ്റ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സിംഗിൾട്ടൺ സെറ്റ്, അതിടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റുകളുടെ പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം, അത് ആവശ്യമുള്ളതാണ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റാണ് സിംഗിൾട്ടൺ സെറ്റ്. ആ പേര് ഓർമ്മയിൽ വെക്കണം. അപ്പോൾ ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണെങ്കിൽ 5ഉം ആ സെറ്റും മാത്രമായിരിക്കും അതിൻ്റെ സബ്സെറ്റ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് എളുപ്പമാണെന്നു. സബ്സെറ്റ്സ് ഓഫ് സെറ്റ് എ ബി. ഇപ്പോൾ നമ്മൾ സബ്സെറ്റ്സ് എഴുതുമ്പോൾ ആദ്യമായിട്ട് 5 എഴുതണം, രണ്ടാമതായിട്ട് ആ തന്നിരിക്കുന്ന സെറ്റ് എഴുതണം, പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഓരോ എലമെൻറ്റ്സ് വെച്ചുള്ള സെറ്റ് എഴുതാം. അപ്പം ഒരു എലമെൻ്റ് ഉള്ള സെറ്റ് എ, ഒരു എലമെൻറ്റ് വെച്ചുള്ള വേറൊരെണ്ണം സെറ്റ് ബി. ഇനി 2 എലമെൻറ്റ് വെച്ചുള്ളതാണ് എഴുതേണ്ടത്. 2 എലമെൻറ്റ് വെച്ചുള്ളതെന്ന് പറയുന്നത് ആ സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് എ ബി, അത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 4 സബ്സെറ്റ്സ് ആണ് ഉള്ളത്. അടുത്തത് സെറ്റ് 1, 2, 3, അത് നമ്മൾ നേരത്തെ ചെയ്തതല്ലേ. സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1, 2, 3 ആദ്യം ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ആദ്യം 5 എഴുതുക, രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന അതേ സെറ്റ് എഴുതുക, മൂന്നാമതായിട്ട് ഓരോ എലമെൻസിൻ്റെ സെറ്റുകൾ എഴുതുക. അപ്പോൾ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. പിന്നെ അടുത്തതായിട്ട് 2 എലമെൻസിൻ്റെ സെറ്റ് എഴുതാം. 1, 2, സെറ്റ് 2, 1. പിന്നെ സെറ്റ് 2, 1 ഇല്ല, 1, 2, 2, 3, 1, 3 അല്ലേ. 1, 2 എടുത്തു, പിന്നെ 2, 3 എടുത്തു, പിന്നെ 1, 3 എടുത്തു. അപ്പോൾ എല്ലാ പോസിബിലിറ്റീസും ആയി. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 സബ്സെറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇനി അടുത്തത് ഡി, സബ്സെറ്റ്സ് ഓഫ് 5. നമുക്കറിയാം, ഏത് സബ്സെറ്റ് എടുത്താലും ആദ്യം നമ്മൾ 5 എഴുതണം, പിന്നെ എഴുതേണ്ടത് ഏതാ, തന്നിരിക്കുന്ന അതേ സെറ്റ്. ആ തന്നിരിക്കുന്ന സെറ്റ് 5 തന്നെയാണ്. അപ്പോൾ ഒരേ ഒരു സബ്സെറ്റ് മാത്രമേ ഉള്ളൂ, 5. ഇനി നമുക്ക് ഏതൊരു സെറ്റ് തന്നാലും അതിനകത്ത് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനുള്ളൊരു ഇക്വേഷൻ, നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഇപ്പോൾ ഒരു സെറ്റ് തന്നു, അതിനകത്ത് ഒരു എലമെൻറ്റേ ഉള്ളൂ, അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ടായിരുന്നു? 2. നമ്പർ ഓഫ് എലമെൻറ്റ് 1 ആയപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം 2. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 ആയപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം 4. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 ആയപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം 8. അപ്പോൾ ഇതിനെങ്ങനെ റിലേറ്റ് ചെയ്യാം? ഈ 2വിനെ നമുക്ക് 2⁻1 എന്ന് എഴുതാം, 4നെ 2⁻2 എന്ന് എഴുതാം, ഇതിനെ 2⁻3 എന്ന് എഴുതാം. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് 2⁻ പവറായിട്ട് എഴുതുന്ന അത്രയും എണ്ണമാണ് അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം. അതായത് ഇപ്പോൾ 4 എലമെൻറ്റ്സ് ആണ് സെറ്റിനകത്തുള്ളെങ്കിൽ, സപ്പോസ് എ സെറ്റ് ഹാസ് 4 എലമെൻറ്റ്സ്, ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2⁻4. എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ നമ്പർ 2വിൻ്റെ പവറായിട്ട് വരുന്നതായിരിക്കും സബ്സെറ്റുകളുടെ നമ്പർ. അപ്പോൾ അതിന് ജനറലായിട്ട് എഴുതുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2⁻n, വെയർ n ഈസ് ദ number of elements in that set, number of elements in the set. ഓക്കെ, ഇത് ഓർമ്മയിൽ വെക്കണം, നമുക്ക് എപ്പോഴും ആവശ്യം വരും. നമ്പർ ഓഫ് സബ്സെറ്റ്സ്, എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി അത് സെറ്റിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പം സെറ്റ് 1, 2, 3, അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് ഫുൾ കംപ്ലീറ്റ് ആയോ എന്നറിയണമെങ്കിൽ എല്ലാ സബ്സെറ്റ് എഴുതിയോ എന്ന് നമുക്ക് സംശയം വരും. നമ്മൾ വിചാരിക്കും എഴുതി കഴിഞ്ഞു, പക്ഷേ എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചിലപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് നോക്കുക. അപ്പം ഇവിടെ 3 എലമെൻറ്റ്സ് ആണ്, അപ്പോൾ 2⁻3, അപ്പോൾ 8 സബ്സെറ്റ്സ് വേണം. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ
പവർ സെറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. പവർ സെറ്റ് എന്തായിരുന്നു? കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ്. എല്ലാ സബ്സെറ്റിൻ്റെയും കളക്ഷനാണ് പവർ സെറ്റ്. അപ്പോൾ എപ്പോഴും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും, പവർ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ പവർ സെറ്റ് ഓഫ് എ സെറ്റ് എ. അപ്പോൾ നമുക്ക് എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അറിയാം. അപ്പോൾ 2 ആ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് പവർ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഈ എക്സസൈസിനകത്ത് തന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഇൻ ദ എക്സസൈസ്. ഇറ്റ് ഈസ് എ ഈക്വൽ ടു സെറ്റ് 1 2 സെറ്റ് 3 4 5. അപ്പം ഇങ്ങനെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് കുറേ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ഉള്ളത് ഏതാണ്, തെറ്റുള്ളത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പം സപ്പോസ് എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് സെറ്റ് 1 2 3 4 ഇതാണെന്ന് വിചാരിക്കുക. ഇതാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ എലമെൻറ്റ്സ് എഴുതണം. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന എന്തൊക്കെയാണോ അതാണ് എലമെൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് 1 ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ, 2 ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ, 3 ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് 4 ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊരു സെറ്റ് തന്നാലും എലമെൻറ്റ്സ് എഴുതാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ സെറ്റിൻ്റെ എലമെൻറ്റ്സ് എഴുതാം. ഇപ്പോൾ ഇതിനകത്ത് കോമ ഇട്ട്, ഇപ്പോൾ ഒരു കോമ ഇത്, ഒരു കോമ ഇത്, അടുത്ത കോമ ഇത്, അല്ലാതെ ഇതിനകത്തുള്ള കോമ എടുക്കാൻ പറ്റില്ല. ഒരു കോമ ഇത്, ഒരെണ്ണം ഇത്, ഒരെണ്ണം ഇത്. അപ്പോൾ ആ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ് എലമെൻറ്റ്സ്. അപ്പോൾ 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. അതുപോലെ സെറ്റ് 3 4 അത് ഒറ്റ കോമയുടെ ഇടയ്ക്കാണ്. സെറ്റ് 3 4 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോമകൾക്ക് ഇടയ്ക്കുള്ള ഇത്. അതിപ്പോൾ മൊത്തത്തിൽ സെറ്റ് 3 4 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, 5 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. ഇതാണ് നമ്മളപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ എലമെൻറ്റ്സ് എഴുതാൻ നോക്കുക. ഇത് കുറച്ച് ഇച്ചിരി ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. മെയിനായിട്ടത് എക്സാമിന് വല്ലപ്പോഴും ചോദിക്കാറുള്ളൂ, പക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം എലമെൻറ്റ്സിനെ ആദ്യം നമുക്കതിൻ്റെ എലമെൻറ്റ്സിനെ എഴുതാം. ഇനി സബ്സെറ്റ് എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? നമുക്കിതിൻ്റെ സബ്സെറ്റ്സ് എഴുതി നോക്കാം. സബ്സെറ്റ്സ് എഴുതുക. സബ്സെറ്റ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. 5 ഒരു സബ്സെറ്റാണ്, അല്ലെങ്കിൽ 5 ആണ് ആദ്യത്തെ സബ്സെറ്റ്. പിന്നെ തന്നിരിക്കുന്ന സെറ്റ് ഫുള്ളായിട്ട് എഴുതും. നമ്മൾ സാധാരണ സബ്സെറ്റ്സ് എഴുതുന്ന പോലെ തന്നെ ആദ്യം 5 എഴുതി, പിന്നെ തന്നിരിക്കുന്ന സെറ്റ് എഴുതി. പിന്നെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഓരോ എലമെൻസിനെയും സെറ്റ് ബ്രാക്കറ്റിനകത്ത് എഴുതും. ഓരോരോ എലമെൻസിനെ ഓരോ സെറ്റ് ബ്രാക്കറ്റ്സിനകത്ത് എഴുതും. അപ്പോൾ ആദ്യം ഞാൻ എഴുതി, ആദ്യം ഒരു സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു, അതിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് എഴുതി. രണ്ടാമതൊരു സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു, അതിനകത്ത് സെക്കൻഡ് എലമെൻറ്റ് എഴുതി. അടുത്തത് ഒരു സെറ്റ് ബ്രാക്കറ്റ് ഇടും, അതിനകത്ത് മൂന്നാമത്തെ എലമെൻറ്റ് എഴുതണം. മൂന്നാമത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് 3 4. അപ്പം മൂന്നാമത്തെ എലമെൻറ്റ് എഴുതുക എന്ന് പറയുമ്പോൾ സെറ്റ് 3 4 അത് മൊത്തത്തിൽ എഴുതണം. അടുത്തതെന്ന് പറയുമ്പോൾ അടുത്ത സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു, അതിനകത്ത് അടുത്ത എലമെൻറ്റ് എഴുതി. അപ്പോൾ അടുത്ത എലമെൻറ്റ് 5, അപ്പോൾ അടുത്ത എലമെൻറ്റ് എഴുതി. അപ്പോൾ നമ്മൾ ഓരോരോ എലമെൻസിൻ്റെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ട് എലമെൻസിൻ്റെ എടുക്കാം, പിന്നെ 3 എലമെൻസിൻ്റെ എടുക്കാം. 2 എലമെൻസിൻ്റെ എടുക്കുമ്പോൾ സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു, ഏതെങ്കിലും 2 എലമെൻറ്റ് എടുത്തു. ആദ്യത്തെ 2 എലമെൻറ്റ് എടുത്തു. അടുത്ത് വീണ്ടും സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു, ഒന്നാമത്തെ എലമെൻറ്റും മൂന്നാമത്തെ എലമെൻറ്റും കൂടെ എടുക്കാം. ഒന്നാമത്തെ എലമെൻറ്റ് 1, മൂന്നാമത്തെ എലമെൻറ്റ് സെറ്റ് 3 4. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ ആദ്യം ഓരോ എലമെൻസിൻ്റെ സെറ്റ് എടുക്കുകയാണ്, സബ്സെറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ സെറ്റ് ബ്രാക്കറ്റ് ഇടും, അതിനകത്ത് ഓരോ എലമെൻറ്റ്സ് എഴുതും. അപ്പോൾ ഇവിടെ എലമെൻറ്റ് ആദ്യം എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സബ്സെറ്റ് എഴുതാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാനിവിടെ എലമെൻറ്റ്സ് ആദ്യം എഴുതിയത്. അപ്പോൾ സെറ്റ് 1 3 4 കിട്ടി. ഇനി അപ്പം നമ്മൾ എപ്പോഴും ഇപ്പം 3 വരെയുള്ള സെറ്റാണെങ്കിൽ നമുക്ക് സബ്സെറ്റ്സ് എഴുതാൻ എളുപ്പമാണ്. ഇപ്പോൾ 4 5 ഒക്കെ വരുമ്പോഴത്തേക്ക് പാടാണ്. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് ഓർക്കുക, ഓരോ എലമെൻറ്റ്സ് കഴിഞ്ഞുള്ളത് എടുത്തിട്ട് 2 വെച്ച് എടുക്കുമ്പം ആദ്യം ഇത് 2 എടുക്കുക, പിന്നെ ഇത് 2 എടുക്കുക, പിന്നെ ഇത് 2 എടുക്കുക. അപ്പോൾ 1ൻ്റെ ഫുൾ കംപ്ലീറ്റ് ആക്കി, പിന്നെ 2ൻ്റെയും 3ൻ്റെയും കൂടെ എടുക്കുക, 2ഉം 4ഉം കൂടെ എടുക്കുക. അതിന് ശേഷം 3ഉം 4ഉം കൂടെ എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിട്ടുപോകാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം 1ഉം 2ഉം എടുത്തു, പിന്നെ മൂന്നാമത്തേതും എടുത്തു, ഇനി ഒന്നാമത്തതും ലാസ്റ്റ് 4ാമത്തതും കൂടെ എടുത്തു. ഇതൊരു സബ്സെറ്റാണ്. അപ്പം 3 പിന്നെ അടുത്തത് 2ഉം മൂന്നാമത്തെ എലമെൻറ്റും കണ്ടോ? സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു, സെക്കൻഡ് എലമെൻറ്റും തേർഡ് എലമെൻറ്റും എന്ന് പറഞ്ഞാൽ സെറ്റ് 3 4 ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റും തേർഡ് എലമെൻറ്റും കൂടെ എടുത്തു. അടുത്തത് സെക്കൻഡ് എലമെൻറ്റും 4th എലമെൻറ്റും കൂടെ എടുത്തു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, സെറ്റ്
സെറ്റ് 3 മൂന്നാമത്തെ എലമെൻറ്റും നാലാമത്തെ എലമെൻറ്റും കൂടെ ഉള്ളത്. അപ്പം 2 എണ്ണത്തിൻ്റെ കഴിഞ്ഞു. ഇനിയും കുറേയും കൂടെ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇപ്പം 4 എലമെൻ്റാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 2⁴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 × 2 4, 4 × 2 8, 8 × 2 16 സബ്സെറ്റ്സ് വേണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 സബ്സെറ്റ്സേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 4 സബ്സെറ്റ്സും കൂടെ കിട്ടണം. അപ്പോൾ നമ്മൾ ഒരു എലമെൻസിൻ്റെ സബ്സെറ്റ് എടുത്തു, 2 എലമെൻസിൻ്റെ സബ്സെറ്റും എടുത്തു. ഇനി നമുക്ക് 3 എലമെൻസിൻ്റെ സബ്സെറ്റാണ് എടുക്കേണ്ടത്. 3 എലമെൻസിൻ്റെ സബ്സെറ്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സബ്സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഇട്ടു. ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ് അങ്ങനെ എടുത്തു. ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്. അടുത്തത് ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, ഫോർത്ത് എലമെൻറ്റ്. ഓക്കെ, 2 എണ്ണം കിട്ടി. ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ് ഒരു കണ്ടീഷൻ എടുത്തു. ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, ഫോർത്ത് എലമെൻറ്റും കൂടെ എടുത്തു. അതും ഒരു സബ്സെറ്റാണ്. അടുത്ത ഒരു സബ്സെറ്റ് എടുക്കുക. നമ്മൾ 2-നകത്ത് ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടായിരുന്നു. ഇനി സെക്കൻഡ് എലമെൻറ്റ് വെച്ചാൽ സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, ഫോർത്ത് എലമെൻറ്റ്. സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, ഫോർത്ത് എലമെൻറ്റ് അതൊരെണ്ണം എടുത്തു. ഇനി ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. അതേതാ? ഇനിയുള്ള ഒരെണ്ണം ഫസ്റ്റും തേർഡും ഫോർത്തും കൂടെ നമ്മൾ എഴുതിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ നമുക്കിത് തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വിട്ടുപോയത് ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എടുത്തു. പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് എടുത്തു. പിന്നെ ഇവിടെ ആണെങ്കിൽ സെക്കൻഡും തേർഡും ഫോർത്തും കൂടെ എടുത്തു. ഇവിടെ ഫസ്റ്റും തേർഡും ഫോർത്തും കൂടെ എടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് 16 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 സബ്സെറ്റ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ സബ്സെറ്റുകളെല്ലാം ആയി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. കുറേ കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. കാരണം നമുക്ക് ഈ എലമെൻറ്റ്സ് നോക്കിയാൽ മതി. ഇപ്പോൾ എലമെൻറ്റ്സ് ഏതാണ്, സബ്സെറ്റ്സ് ഏതാണെന്ന് കറക്റ്റായിട്ട് കിട്ടി. സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിച്ച് എഴുതണം. സബ്സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് സബ്സെറ്റ് എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കാം. എലമെൻ്റ് ആണെങ്കിൽ എലമെൻറ്റിൻ്റെ സിമ്പിൾ ഉപയോഗിക്കാം. എലമെൻ്റ് അല്ലെങ്കിൽ നോട്ട് ആൻ എലമെൻറ്റ് എന്നുള്ള സിമ്പിൾ ജസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് 2 എണ്ണം മാത്രം കാണിച്ചു തരാം. അതിൽ ഫസ്റ്റത്തേതായിരുന്നു സെറ്റ് 3 4 സബ്സെറ്റ് ഓഫ് എ എന്ന് തന്നു. നമുക്ക് നോക്കാം. സെറ്റ് 3 4 സബ്സെറ്റ് ആണോ? അല്ല. സെറ്റ് 3 4 എന്നുള്ളത് ഒരു എലമെൻ്റ് ആയിരുന്നു. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെറ്റ് 3 4 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. അപ്പോൾ ഇത് ഫോൾസ് ആണ്. ആസ് എ സെക്കൻഡ്, സെറ്റ് 3 4 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. ഇത് ശരിയാണല്ലോ, ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ട്രൂ ആണ്. അടുത്ത മൂന്നാമത്തത് സെറ്റ് ഓഫ് സെറ്റ് 3 4 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, സെറ്റ് ഓഫ് സെറ്റ് 3 4 അതെവിടാ? ഇവിടാണ്. അതൊരു സബ്സെറ്റാണ്. സെറ്റ് ഓഫ് സെറ്റ് 3 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഇതും ട്രൂ ആണ്. നാലാമത്തത് 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ എന്ന് കൊടുത്തു. 1 എലമെൻ്റ് ആണോ? ആണ്. അപ്പോൾ അത് ട്രൂ. 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് അടുത്തത് കൊടുത്തേക്കുന്നു. 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. 1 ഇവിടെ സബ്സെറ്റിൻ്റെ കൂട്ടത്തിൽ ഇല്ല. സെറ്റ് 1 ആണ് സബ്സെറ്റ്. അപ്പോൾ ഇത് ഫോൾസ് ആണ്. അടുത്തത് സെറ്റ് 1 2 5 സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുണ്ടോ എന്ന് നോക്കാം. സെറ്റ് 1 2 5 ദാ ഇവിടെ കിടക്കുന്നു. അത് സബ്സെറ്റാണ്. സെറ്റ് 1 2 5 സബ്സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ട്രൂ ആണ്. അടുത്തത് ഏതോ മാറിപ്പോയി. സെറ്റ് 1 2 5 കുഴപ്പമില്ല. സെറ്റ് 1 2 5 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ എന്ന് തന്നിട്ടുണ്ട്. സെറ്റ് 1 2 5 എലമെൻ്റ് ആണോ? അല്ല. കാരണം എലമെൻറ്റ്സ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എലമെൻറ്റ് അല്ല. അപ്പോൾ ഇത് ഫോൾസ്. അടുത്തത് സെറ്റ് 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് തന്നിട്ടുണ്ട്. നോക്കുക, സെറ്റ് 1 2 3 എന്ന് പറഞ്ഞ സബ്സെറ്റ് ഉണ്ടോ? ഇല്ല. 3 എലമെൻറ്റ്സ് വെച്ചുള്ളത് ഈ 4 എണ്ണമാണ്. ഇതിനകത്ത് സെറ്റ് 1 2 3 എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് ഇല്ല. അപ്പോൾ ഇത് ഫോൾസ് ആണ്. അടുത്തത് 5 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. 5 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ടോ ഇതിൽ? ഇല്ല. 5 ഇതിലെ ഒരു എലമെൻറ്റ് അല്ല. അപ്പോൾ അത് ഫോൾസ് ആണ്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ദാ ഇവിടെ സബ്സെറ്റിനകത്ത് 5 കിടപ്പുണ്ട്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ അത് ട്രൂ ആണ്. അടുത്തത് സെറ്റ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. നോക്കുക, സബ്സെറ്റിനകത്ത് സെറ്റ് 5 എന്ന് പറഞ്ഞ സബ്സെറ്റ് ഉണ്ടോ?
ഇല്ല. അപ്പോൾ ഇത് ഫോൾസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ കണ്ടീഷനും കിട്ടി. തന്നെ ചെയ്ത് നോക്കുക. ആദ്യം മനസ്സിലാക്കി ഇത് ആദ്യം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. ഏത് സെറ്റ് കിട്ടിയാലും എലമെൻറ്റ്സ് എഴുതാൻ മനസ്സിലാക്കുക, ഏത് സെറ്റ് കിട്ടിയാലും സബ്സെറ്റ്സ് എഴുതാൻ മനസ്സിലാക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ളത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലാത്ത പക്ഷം അത് വളരെ ഡൗട്ട്സ് അതിൽ നിന്നുണ്ടാകും. ഓക്കെ.